അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്തേക്കാം കേട്ടോ. കൂടെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാനും ശ്രമിക്കണേ. അങ്ങനത്തെ രാവിലെ ഞാൻ ചോറിനുള്ള അരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നും പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം വെയിറ്റാണ് കേട്ടോ എനിക്കത്. കുറച്ച് നേരം വെച്ചൊരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ചോറിനുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അവിടെ ആവട്ടെ, അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ഇന്ന് പൂരിയാണ് കേട്ടോ. അപ്പോൾ സുഡാപ്പി പറഞ്ഞു ഒന്ന് പൂരി മസാല മതി എന്ന് പറഞ്ഞു. നോമ്പടങ്ങിയിട്ട് നമ്മൾ അധികം അങ്ങനെ പൂരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, നോമ്പായ കാരണം എണ്ണപ്പലഹാരമൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം പൂരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടോ 2 ദിവസമായി പറയണം. അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത്. അപ്പോൾ അങ്ങനെ പൂരിക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പൂരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിയുടെ പൂരിയാണ് കേട്ടോ. ഗോതമ്പൊടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്, ഗോതമ്പ് കുറച്ച് ഉണ്ട്, അത് ഇനി പൊടിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മൈദപ്പൊടി നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയാൽ മൈദപ്പൊടി ഉണ്ട്, റവയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പുഴു വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ വേഗം അതൊക്കെ എങ്ങനെയെങ്കിലും തീർക്കാം എന്നുള്ള ഇതിലാണ് കേട്ടോ. അങ്ങനെ പൂരിക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ പൂരിക്ക് ഞാൻ മസാലക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ മസാലയും സെറ്റായിട്ടുണ്ട്. പിന്നെ മക്കൾക്കുള്ള ചായ ഞാനത് ചൂടാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവർക്ക് ചായ കൊടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ചിക്കനുള്ളൂ. ഇത് സൺഡേത്തെ ബ്ലോഗാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അത് ഞാൻ ആദ്യം പറയാനൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ കുറച്ചായാലും കൂടുതലായാലും ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്ക് അടുപ്പിൽ അങ്ങോട്ട് പാചകം ചെയ്ത് നോക്കാം, ചട്ടിയിൽ വെച്ച് നോക്കാം വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആവശ്യമുള്ളത് അത്യാവശ്യം സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് വയ്ക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയും സബോള ആദ്യം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു പണി ഏകദേശം കഴിയാറാകുമ്പോഴേക്കും അടുത്തത് നമുക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒത്തിരി പേര് പുതിയ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടും ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് വേണം. പിന്നെ പഴയ ഫ്രണ്ട്സിനൊന്നും ഞാൻ മറക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇവിടം വരെ എന്തെങ്കിലും എത്താനായി പറ്റിയത്. നമ്മൾ എത്തുമെന്ന് വിചാരിച്ചതൊന്നല്ല കേട്ടോ. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുള്ളതുകൊണ്ട്. ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ. അങ്ങനെ ഞാൻ ചട്ടിയൊന്ന് ചൂടായതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് സബോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സബോളയാണ് എടുത്തത്. ഇനി ആ സബോള നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. വാട്ടി വരുമ്പോൾ സബോള ഒന്നും ഉണ്ടാവില്ല എന്നറിയാം, കുറച്ചുണ്ടാവുള്ളൂ. അങ്ങനെ സബോളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വെക്കാനൊരു സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കസേരയുടെ മുകളിൽ എൻ്റെ അരിപ്പടിയുടെ പാത്രം കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ക്യാമറയൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അടുപ്പിൻ്റെ അടുത്തേക്ക് നമുക്ക് അധികം അങ്ങോട്ട് വെക്കാനും പറ്റില്ല, നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് വെക്കുന്ന പോലെ അല്ലല്ലോ അടുപ്പിൻ്റെ അടുത്ത്. അങ്ങനെ സബോള ഒന്ന് വാടിയതിന് ശേഷം തീ നല്ലോണം ആളി കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കോല ഉള്ളൂ അടുപ്പിലെങ്കിലും നല്ലപോലെ തീ കത്തുന്നുണ്ട് കേട്ടോ. കാറ്റൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അതിപ്പോൾ കാറ്റൊന്നും ഇല്ലാത്ത കാരണം തന്നെ നല്ലോണം കത്തുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിൽ. പിന്നെ അതൊന്ന് വാട്ടിയതിൻ്റെ ശേഷം മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പൊടികളൊക്കെ ഒന്ന് അങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ അടുപ്പത്തേക്ക് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിക്കായാലും. പ്രത്യേകിച്ചും പറയണ്ട, അടുപ്പിലും അതുപോലെ തന്നെ മൺചട്ടിയിലും പിന്നെ പറയാനുണ്ടോ അല്ലേ. അങ്ങനെ ഞാൻ സബോളയും എല്ലാതും വാട്ടി മസാലപ്പൊടിയൊക്കെ ഇട്ട് എല്ലാതും ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തക്കാളി ചേർക്കണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് അടുത്ത സെറ്റ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പില, നമ്മുടെ നാടൻ കറിവേപ്പില, നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ ഞാൻ കയ്യോടെ തന്നെ അങ്ങോട്ട് പൊട്ടിച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഒന്ന് ഊരിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ കറി അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത് സാധനങ്ങൾ പൊടികളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുവയ്ക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ വളരെ കുറച്ചായ കാരണം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-2.5 ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ അതും
ചെറിയ പീസാക്കാണ്ട്, ചെറിയ പീസാക്കി പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ചിക്കൻ്റെ പാത്രമൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ച് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എന്താണ്, നമുക്ക് അടച്ച് വെച്ച് അങ്ങോട്ട് കുക്ക് ചെയ്യുക, അത്ര തന്നെ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇത് ഏകദേശം ഇവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാത്രങ്ങളുണ്ട് ഇവിടെ, ഡപ്പകൾ, മല്ലി, മുളക്, മഞ്ഞൾ. ആ ഡപ്പകളൊക്കെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോയിക്കണ്ടേ. അടുപ്പിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പൊക്കെ അങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമുക്കിത് വേഗം കയ്യോടെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കാം. അങ്ങനെ ഞാൻ ആ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കറി ഇത് നല്ലപോലെ തന്നെ അങ്ങോട്ട് തിളച്ച്, എന്താ പറയുക, നല്ല മണം. പ്രത്യേകിച്ചും പുറത്തൊക്കെ കറി വെക്കുമ്പോണ്ടല്ലോ നല്ല മണം. വീടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ മണം കയറി വരുന്നത്. നമ്മൾ പുറത്തുനിന്നാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും. അങ്ങനെ കറിയൊക്കെ ഏകദേശം സെറ്റാണ്. ഞാൻ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി ചാറൊക്കെ ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി കേട്ടോ. കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ തീയൊക്കെ ഒന്ന് കെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അടിച്ചൊക്കെ വരാനുണ്ട്. പിന്നെ വെള്ളം ഇല്ലാണ്ട് എത്ര ദിവസമായി എന്നറിയാം ഇവിടെ? 2-3 ദിവസമായി. 2-3 ദിവസം പോരട്ടെ, 4-5 ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളം ഇല്ലാണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെയുള്ള ക്ഷാമം എന്ന് പറയുന്നത് വെള്ളത്തിനാണ് കേട്ടോ. ക്ഷാമം, വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ. അതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാ വീട്ടിലും കിണറുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ മാത്രമാണ് കിണറില്ലാത്തത്. ഞങ്ങളുടെ വീട്ടിലും തൊട്ടപ്പുറത്തൊരു അമ്മാമ്മയുണ്ട്. ആ അമ്മാമ്മയുടെ വീട്ടിൽ മാത്രമാണ് കിണറില്ലാത്തത് എന്നും വിചാരിക്കും കേട്ടോ. പക്ഷേ കാശിൻ്റെ കാര്യം അങ്ങോട്ട് വരുമ്പോൾ ഒന്നും അങ്ങോട്ട് നടക്കൂല. അങ്ങനെ എന്താ പറയുക, അടുത്ത കൊല്ലെങ്കിലും പടച്ചോൻ അതിനുള്ളൊരു ഇത് ഉണ്ടാക്കി തരുന്നു വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ അടിച്ചു വാരലൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയി വെള്ളം കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ പാത്തോസും സുഡാപ്പയൊക്കെ അവിടെ നല്ല കളിയിലാണ്. ഇനിയിപ്പോൾ വെള്ളം കൂടി കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്ക് കുടിക്കാനുള്ള വെള്ളം മാത്രം കേട്ടോ. കുളിക്കാനും പുറത്തേക്ക് നമുക്ക് ബാത്റൂമിലേക്കൊക്കെ ഉള്ളത് കുറച്ച് ടാങ്കിലുണ്ട്. ഇന്നോ നാളെയൊക്കെ ആയിട്ട് വെള്ളം വരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 4 ദിവസമൊക്കെ ആയില്ലേ, അപ്പം വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വെയിലും ഉണ്ട് കേട്ടോ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2 വീട് അപ്പുറത്താണ് കേട്ടോ ഞാൻ വെള്ളം എടുക്കാൻ പോകുന്നത്. കിണറിന് കോരൊന്നും വേണ്ട, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കുടമൊക്കെ നമുക്ക് കുടിക്കാനൊക്കെ ആകുമ്പോൾ അവിടുന്ന് അവരെ പൈപ്പിൽ നിന്ന് തുറന്ന് എടുക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ 2 കുടം കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നുണ്ട്. 2 എന്ന് പറഞ്ഞൊരു 3-4 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ 2 കുടം കൊണ്ടുവരുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പത്തൂസും സുഡാപ്പിയും, ഇത് സുഡാപ്പിയുടെ ഫ്രണ്ടാണ് കേട്ടോ, കുഞ്ഞപ്പനും ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് വീഴാൻ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കിടന്ന് ഉരുളുമ്പോൾ. പക്ഷെ ആര് കേൾക്കുന്നവരെ അവിടെ കളിയിലാണ്. ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം നടക്കണ്ടേ. പത്തൂസാണെങ്കിൽ അവരെ കളിക്കണേ നോക്കി നിൽക്കുന്നുണ്ട്. പത്തൂസ് അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പത്തൂസ് ഇതെവിടെ എങ്ങനെ നോക്കണ്ടേ. അപ്പോൾ നമ്മുടെ വെള്ളം കൊണ്ടുവരലൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മുടെ മുല്ലയിലൊക്കെ അത്യാവശ്യം മുല്ല മുട്ടൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാത്തൂസിന് 2-3 പ്രാവശ്യം തലയിൽ വെച്ച് കൊടുത്ത് പാത്തൂസിന് വെക്കാനുള്ള പൂവ് എന്തായാലും കിട്ടും കേട്ടോ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരാം.